നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള രണ്ട് 5G സ്മാർട്ട് ഫോണുകളാണ്. Nova 2 Neo, Nova 2 Pro. ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഏത് രീതിയിലുള്ളതാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നല്ല ബാറ്ററി ലൈഫ് വേണം, സ്മൂത്ത് പെർഫോമൻസ് വേണം, നല്ല ക്യാമറ ഉണ്ടായിരിക്കണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു ഫോൺ വാങ്ങാനായിട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ഫീച്ചേഴ്സും ആ ഫോണുകളിൽ കിട്ടണമെന്നൊരു നിർബന്ധവുമില്ല. എന്നാൽ A+ന്റെ കാര്യത്തിലേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ഫീച്ചേഴ്സും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ A+ൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം Nova 2 Neo ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയിട്ടുള്ളത്. ഈ ഒരു ബോക്സിന് ബാക്ക് സൈഡിലായിട്ട് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുമ്പായിട്ട് ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക ഫോണാണ്. ബോക്സിൽ ഒരു ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ലഭിക്കുന്നുണ്ട്, പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്, പിന്നെ ഒരു ചാർജിംഗ് അഡാപ്റ്റർ ഉണ്ട്, ഒരു സിലിക്കോൺ കേസ് വരുന്നുണ്ട്. ഇതാണ് Nova 2 Neo. ഇതൊരു പ്രീമിയം സ്മാർട്ട് ഫോൺ ഒന്നുമല്ല, എങ്കിൽ പോലും ഇതിന്റെ ഡിസൈൻ ഒക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് ബ്രാൻഡ് ഇവിടെ നൽകിയിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു ഫോൺ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസ്, അതേപോലെ ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ ഒരു 5G സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു വാല്യൂ ഫോർ മണി ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂവിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ ബാക്ക് സൈഡിൽ ഈ ക്യാമറ മൊഡ്യൂളിൽ ഒരു ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. ഇൻകമിംഗ് കോൾ വരുമ്പോൾ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, ചാർജിങ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു ആംബിയൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, പക്ഷേ പേഴ്സണലി എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിലും അതേപോലെ Nova 2 Proയിലും ഈ ഒരു സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. Nova 2 Proയിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. IP65 പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ 6.75 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. മൾട്ടിമീഡിയ കണ്ടന്റ് ഒക്കെ നിങ്ങൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഫോണ്. സാമാന്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഒരു ഫോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നൽകിയിരിക്കുന്ന പ്രോസസർ MediaTek 6300 5G പ്രോസസർ ആണ്. സാമാന്യം നല്ലൊരു പെർഫോമൻസ്, അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഫോൺ ഈ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ പുതുതായിട്ട് ഫോണൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നവരെ, സ്റ്റുഡൻസ്, അങ്ങനെ ഉള്ള ആളുകളെയാണ് ഈ ഫോൺ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ വരുമ്പോൾ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രോസസർ വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് തരുന്നതാണ്. ഇനി ക്യാമറ സൈഡിലേക്ക് വരുമ്പോൾ 48 മെഗാ പിക്സലിന്റെ സോണി IMX582 മെയിൻ ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറ 8 മെഗാ പിക്സലിന്റെ ആണ്. HDR സപ്പോർട്ട് വരുന്നുണ്ട്. നാച്ചുറൽ കളർ ട്യൂൺ ആണ് എല്ലാ ഫോട്ടോസിലും, അതായത് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നാച്ചുറൽ കളർ ട്യൂൺ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഡീറ്റെയിലിംഗിലേക്കൊക്കെ പോകുന്ന ഉടനെ അത്ര ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് കൂടെ നമ്മൾ നോക്കണം. ക്യാമറയുടെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഏത് പ്രൈസ് സെഗ്മെന്റിലാണ് ഈ ഫോൺ സ്റ്റാൻഡ് ചെയ്യുന്നത് കൂടെ നോക്കണം. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. എന്തായാലും ഒരു ഫുൾ ഡേ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലെ ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഒരു മീഡിയം ലെവലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ഗെയിമിംഗ് ഫോൺ ഒന്നും അല്ല. ഡേ ടു ഡേ യൂസേജിൽ ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ടാകത്തില്ല. അതേപോലെ നമ്മുടെ ഫേവറേറ്റ് ഫംഗ്ഷൻസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് ഇതിലൊരു ഡെഡിക്കേറ്റഡ് A കീ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഈ ഒരു ഫോണിൽ. അതേപോലെ നെക്സ്റ്റ് ക്വാണ്ടം OS ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 16 ഈ ഫോൺ ലഭിക്കുന്നത്. ഓവറോൾ Nova 2 Neo ഒരു ബാലൻസ്ഡ് കോമ്പിനേഷൻ ആണ്. അത് നല്ല ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ 5G പെർഫോമൻസ്, ക്യാമറ ക്വാളിറ്റി, പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ Nova 2 Pro ചെക്ക് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഇതോടൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫോണാണ്. നമുക്കിവിടെ ഒരു സിലിക്കോൺ കേസ് നൽകിയിട്ടുണ്ട്. രണ്ട് ഫോണുകളോടൊപ്പം സിലിക്കോൺ കേസ് ഉണ്ടായിരുന്നു. അപ്പം സമാനം ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കോൺ കേസ് ആണ്. അത് നമുക്ക് നമ്മുടെ ഫോണിലിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കവർ ഇടാതെ ഫോൺ യൂസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം താഴെ വീഡിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിന്റെ പണി തീരും. അപ്പം കവർ ഇട്ട് തന്നെ ഫോണുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഒരു തീരുമാനം. അടുത്തായിട്ട് ഇതിലൊരു സിം ഇജക്ടർ ടൂളും ഒരു ടൈപ്പ് സി കേബിളും ഉണ്ട്. ചാർജിംഗ് അഡാപ്റ്റർ ലഭിക്കുന്നുണ്ട്. 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ചാർജിംഗ് അഡാപ്റ്റർ ആണിത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ ലഭിച്ചത്. ആദ്യം ഫോണിനേക്കാളും കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ ബാക്ക് സൈഡിലും ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു RGB ലൈറ്റിംഗ് സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻകമിംഗ് കോളിനും നോട്ടിഫിക്കേഷനും ചാർജിങ്ങിനും ഒക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് കാണാൻ നല്ലൊരു ലുക്ക് തരുന്നതിനോടൊപ്പം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ഒരു കോൾ വരും, ഇൻകമിംഗ് കോൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് RGB ലൈറ്റ്
സെറ്റ് ചെയ്യാം. അപ്പൊ അതിലൂടെ നമുക്ക് പെട്ടെന്ന് കോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻകമിംഗ് കോൾ ആണോ, ഔട്ട് ഗോയിങ് കോൾ ആണോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആണോ, എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു കളർ നോക്കിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ സൈഡ് വശങ്ങളിലേക്ക് വരുന്നുണ്ട്. സൈഡിൽ 3 ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷണൽ കീ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ട ഫംഗ്ഷൻസ് അലൈൻ ചെയ്യാനും അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഫംഗ്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാനും ഈ ഒരു കീയിലൂടെ സാധിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്ക് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ സൈഡിലേക്ക് വരുമ്പോൾ 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിൽ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ലഭിക്കും. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫോണിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ പ്രോസസർ സൈഡിലേക്ക് വരുന്നുണ്ട്. MediaTek 7100 എന്ന് പറയുന്ന 5G പ്രോസസർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡേ ടു ഡേ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്മൂത്ത് പെർഫോമൻസ് കിട്ടുന്നതിനോടൊപ്പം ചെറിയ രീതിയിലുള്ള ഗെയിമിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ചെയ്യാനായിട്ട് സാധിക്കും. കോണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ്, മൾട്ടി ടാസ്കിംഗ് ഒക്കെ തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഫോണിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ മൾട്ടി ലെയർ കൂളിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള തെർമൽ മാനേജ്മെന്റ് ഇതിൽ നടക്കും. ഓവർ ഹീറ്റ് ആവുന്ന ഇഷ്യൂസ് ഒന്നും വലുതായിട്ട് ഈ ഫോണിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ക്യാമറ സൈഡിലേക്ക് വരുമ്പോൾ 48 മെഗാപിക്സലിന്റെ സോണി IMX 582 മെയിൻ ക്യാമറയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതിനൊപ്പം 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും ഇതിൽ നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് 13 മെഗാപിക്സലിന്റെ ആണ്. സാമാന്യം നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് ലഭിക്കും. ഇനി നമ്മൾ ഇൻഡോർ സെറ്റപ്പിൽ, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് സെറ്റപ്പിൽ ആണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ പെർഫോമൻസ് സെൽഫി ക്യാമറയിലും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അതേപോലെ ബാക്ക് ക്യാമറയിൽ നിന്നുള്ള പിക്ചർ ക്വാളിറ്റിയും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും അല്ല വരുന്നത്. നാച്ചുറൽ കളർ ടൂണിൽ അതേപോലെ നല്ല ഡീറ്റെയിലിംഗും ഫോട്ടോയിൽ ലഭിക്കുന്നുണ്ട്. ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ 2K വരെ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 2K നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാം. ഫുൾ HDയിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 60 FPS വരെ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രണ്ട് ക്യാമറയിലും വീഡിയോ റെക്കോർഡിംഗ് 2K 30 FPS വരെ സപ്പോർട്ടഡ് ആണ്. ഇവിടെയും ഫുൾ HD നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബിഗ് ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ലഭിക്കുന്നുണ്ട്. എങ്ങനെയായാലും നമുക്ക് 1 ഡേ ഒരു ഫുൾ ചാർജിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് അധികം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും, ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഗെയിമിങ്ങോ അല്ലെങ്കിൽ എഡിറ്റിംഗും മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ഫോൺ എങ്ങനെയായാലും നമുക്ക് 1 ഡേയുടെ ബാറ്ററി ബാക്കപ്പ് തരുന്നതാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഡ്യുവൽ മൈക്രോഫോൺ വരുന്നുണ്ട്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. IP65 റേറ്റിംഗിനൊപ്പം 2 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിലും നെക്സ്റ്റ് ക്വാണ്ടം OS ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 16 ആണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഫ്യൂച്ചർ അപ്ഡേറ്റ്സും കമ്പനി പറയുന്നുണ്ട്. ഒപ്പം പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും AI പവർഡ് ആയിട്ടുള്ള കുറെ ടൂൾസ് ഒക്കെ ഈ ഫോണിലും വരുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ദിവസം ഇതിലെ AI ഫീച്ചേഴ്സിനെ കുറിച്ചും പ്രൈവസിയെ കുറിച്ചും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ഫോൺ ആർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഗെയിമിംഗ്, അതേപോലെ കോണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് Nova 2 Pro ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സലന്റ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ Nova 2 Neo നിങ്ങൾക്ക് വാങ്ങാം. അതല്ല കുറച്ചുകൂടെ ഹയർ പെർഫോമൻസും ബെറ്റർ ഡിസ്പ്ലേയും RGB സെറ്റപ്പും കുറച്ചുകൂടെ പ്രീമിയം ലുക്കും പ്രീമിയം ഫീച്ചേഴ്സും ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ Nova 2 Pro നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. രണ്ട് ഫോണിലും 6000 mAh ബാറ്ററിയാണ് വരുന്നത്. രണ്ടും 5G ഫോൺ ആണ്. സോണി ക്യാമറാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടിലും IP65 റേറ്റിംഗ് വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് രണ്ട് ഫോണിലും Android 16 ആണ് വരുന്നത്. പക്ഷേ ഓവറോൾ പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയും ലുക്കും ഫീലും ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ Nova 2 Pro ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. Nova 2 Neo ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 13,000 ആണ്. Nova 2 Pro ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 15,000 ആണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ജൂൺ 26 മുതൽ, അതായത് ഇന്ന് മുതൽ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് ഫ്ലിപ്കാർട്ടിൽ സെയിൽ ആരംഭിക്കും. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഫോണുകൾ പർച്ചേസ് ചെയ്യാം. ഇതിന്റെ ബൈ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം ഇന്ത്യയിലെ 500+ സിറ്റീസിലായിട്ട് 800+ സർവീസ് സെന്ററുകളും AI+ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഇതുവരെ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുടെ യൂണിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.